ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രോണസ് സിനി ടോക്സ്. നല്ല മഴയാണ്, പക്ഷേ ഒരു കണ്ടൻറ്റ് പറഞ്ഞിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഞാനത് പെട്ടെന്നാണ് ഈ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞതാണ് ആ ഒരു കഥനെ പറ്റി. അതായത് ഇത് പറയാൻ നേരത്ത് സത്യം ഇത് എൻ്റെ ഒരു കണ്ടൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ ടെക്നിക്കൽ വശത്തിൽ പ്രവർത്തിച്ചവരും അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒന്ന് റിപ്പോർട്ടിൻ്റെ പ്രകാരമാണ് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി പോകണം. അതായത് നമ്മളാരും അറിയാത്ത ഒരു വില്ലൻ ഒരു സിനിമയിൽ, പക്ഷെ അദ്ദേഹത്തിന് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കോമഡി പരമായിട്ടാണ് കൊണ്ടുപോയി അവതരിപ്പിച്ചിരിക്കുന്നത്. വേറെ ആരുമില്ല, നമ്മളെല്ലാവരും നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ നമ്മൾ നല്ല എൻജോയ്മെൻറ്റ് കണ്ടൊരു സിനിമയാണ് ഈ ഒരു കല്യാണരാമൻ. ഈ ഒരു സിനിമയിൽ ഒരുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത അത്രയ്ക്കങ്ങ് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോമഡി എൻ്റർടൈനറാണ് ഈ ഒരു കല്യാണരാമൻ എന്ന ഈ ഒരു സിനിമ. ഇതിൽ മെയിനായിട്ടും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വിധിയാണ് ഇതിലെ വില്ലൻ എന്നാണ് പറയുന്നത്. വിധിയാണ് ഇതിനകത്ത് കളിക്കുന്ന കളി എന്നൊക്കെ കാരണം. പക്ഷേ മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരു വില്ലൻ ഒരാളുണ്ട് ഇതിനകത്ത്. അതായത് അദ്ദേഹത്തിന് അതിലൊരു കോമഡി കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്ന, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും മിസ്റ്റർ പോഞ്ഞിക്കരയാണെന്ന്, നമ്മൾ ഇന്നസെൻറ്ററിൻ്റെ കഥാപാത്രമാണെന്ന്. അല്ല, എനിക്കതല്ല. പിന്നെ അത് മാത്രമല്ല, വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കുടുംബക്കാരായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരും അത്യാവശ്യം നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബക്കാരാണ്. ഈ പറഞ്ഞ ഈ ഒരു ലാലു ലക്സിൻ്റെ ഒരു ഫാമിലിയായിട്ടൊക്കെ അത്രയ്ക്ക് അടുപ്പത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ചെറിയ രീതിക്കുള്ള ഒരു വിദ്വേഷങ്ങളൊക്കെ ഉള്ളൊരു കുടുംബക്കാരാണ് ഇവരൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നതിനകത്ത്. അതൊന്നുമല്ല. അതല്ലാതെ ഇതിലെ മെയിൻ ഒരു ഹിഡൻ വില്ലൻ അല്ലെങ്കിൽ ഒരു സൈക്കോ വില്ലൻ എന്നൊക്കെ പറയുന്ന ഇച്ചിരി സൈക്കോ ആയിട്ടൊക്കെ ഉള്ള ഒരു കഥാപാത്രമായ പ്യാരി. നമ്മൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു തമാശയാണെന്നൊക്കെ തോന്നും. തമാശ പറഞ്ഞല്ല, പക്ഷെ അങ്ങനെയല്ല. ഈ പ്യാരി എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അല്പം സീരിയസ് ആയിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിക്കുള്ള ഒരു നെഗറ്റിവിറ്റി അവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു തറവാടിലാണെങ്കിൽ സ്ത്രീകൾ വാഴില്ല എന്നുള്ള ഒരു കാര്യം ഈ പ്യാരിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. അറിയാത്ത ഒരു രീതിക്കാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഈ സിനിമയെ കാണുന്നിടത്ത് തിലകൻ ചേട്ടൻ പറഞ്ഞ ഒരു കാര്യം വെച്ച് നമ്മൾ പോലും അറിയുന്ന ഈ കുടുംബത്തിൽ സ്ത്രീകൾ വാഴില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ ചിന്തിക്കും ഇവിടെ പ്യാരിക്ക് എന്താണ് ഇവിടെ ഒരു മുഖ്യതയെന്ന്. പറഞ്ഞുതരാം. അതായത് ഈ കല്യാണ വീട്ടിൽ ഇവർ ആദ്യം ജോലിക്ക് പോകുമ്പോൾ ഇതിൽ നവ്യനാരുടെ ചേച്ചിയ ജ്യോതിരമ്മയുടെ കഥാപാത്രത്തിൻ്റെ ഒരു കല്യാണത്തിന് ഇവർ പോകണം. അവിടെ ഒരു ഹിഡൻ ഫാക്ടർ ഇങ്ങനെ ഉണ്ടെന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീംസ് തന്നെ അല്ലെങ്കിൽ സംവിധായകനോ തിരക്കഥയൊക്കെ തന്നെ പുറത്തോട്ടൊരു കാര്യമാണ്. അത് സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതായത് പ്യാരി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിന് ഈ തമ്പി സാർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ മൂത്ത മോളുടെ ചെറിയ ഇഷ്ടത്തിലായിരുന്നു. കാരണം ഇവരുടെ ഒരു സംസാരിക്ക ശേഷിയില്ലാത്തയും കാണാൻ കൊള്ളാവുന്നൊക്കെ ഉള്ള കുട്ടി. അതുകൊണ്ട് ഈ കുട്ടിയെടുത്ത് ഒരു പ്രണയം പ്യാരിക്കുണ്ടായിരുന്നു. ആ ഒരു കാര്യം വെച്ച് പ്യാരി അത് തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യൻ്റെ അവസ്ഥയാണ്. കാരണം ആരുണ്ടെങ്കിലും പ്രണയങ്ങളും തോന്നാം. പ്യാരി ആ നാട്ടിലുള്ള ആളാണ്, അപ്പം അങ്ങനെ തോന്നിക്കാണും. അപ്പോൾ ആ ഒരു കല്യാണത്തിനാണ് ഇവരവിടെ വരുന്നത്. എങ്ങനെയോ ഈ ഒരു കല്യാണം സംഭവം മുടങ്ങുക. അപ്പോൾ ചിന്തിക്കും ചുരുക്കമായിട്ട് പ്യാരി എന്തുകൊണ്ട് ഈ ഒരു കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു രീതിക്കൊന്നും തോന്നിയില്ല എന്നുള്ളത്. അവിടെയാണ് സൈക്കോ എന്ന് പറഞ്ഞ പ്യാരിയുടെ ഒരു ഷോർട്ട് ആയിട്ടുള്ളൊരു കാര്യത്തിൽ ഇങ്ങനെ ഓർമ്മ വരുന്നത്. റിവഞ്ചാണ് അവിടെ. റിവഞ്ച് വെച്ചാൽ ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ലല്ലോ അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം വെച്ച് ഈ ഒരു കല്യാണം മുടങ്ങിയപ്പോൾ പ്യാരി ഒരുപാട് സന്തോഷമായിരുന്നു. ആ ഒരു കാര്യം വെച്ച് പ്യാരി എന്ത് ചെയ്യുന്നു, ഇപ്പം ദിലീപ് മുഖാന്തരം അവരുടെ ദിലീപിന് ചേട്ടൻ ഈ കുട്ടിക്കൊണ്ട് ആദ്യ സമയത്ത് ഇവർ രാത്രി കണിയരെ കാണാൻ വേണ്ടി പോകുന്ന ഒരു സീനുണ്ട് ഇതിനകത്ത്. ആ ഒരു സീനിൽ രാത്രി പോയി കണിയരെ പോയി പിന്നെ കണ്ട സമയത്ത് കണിയര് ഇതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നിടത്ത് അവിടെ കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല, ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് ആ ഒരു ടൈമത്തിനാണ് പ്യാരി കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് പ്രശ്നങ്ങളൊക്കെ ഇത് പറഞ്ഞ പോലെ കൊടുക്കുന്നത്. അവിടെ ചിന്തിക്കേണ്ടത് അതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. അന്ന് ആ ഒരു കാര്യം അവിടെ ആ ജോത്സ്യം പറഞ്ഞിരുന്നെങ്കിൽ ഈ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടപ്പെടുത്തില്ലായിരുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ആ ഒരു പ്രശ്നം എന്താണെന്ന് രാമൻകുട്ടിയോ മറ്റാൾക്കാരോ അതിനെങ്കിൽ ഒന്നുമില്ല. അവിടെയാണ് പ്യാരി എന്ന് പറഞ്ഞ ഒരു സൈക്കോ കില്ലർ അല്ലെങ്കിൽ ഒരു സൈക്കോ എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ എല്ലാം മറച്ചു വെച്ച് അവിടെ പൈസ കൊടുത്തതിനെ ഒതുക്കി തീർക്കുന്നത്. ആ ഒരു കാര്യം കൊണ്ടാണ് ആ വിധീനെ അവിടെ മറിച്ചത് പ്യാരിയാണ്. എന്നിട്ട് ആ പെൺകുട്ടി മണ്ണെണ്ണ ചേർന്നിങ്ങനെ മരിച്ചു പോകണതും കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യാരി എങ്ങനെ ഈ കാര്യം അറിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകൾ വാഴുക എന്നുള്ള കാര്യം പ്യാരിക്ക് എങ്ങനെ കിട്ടും വെച്ച് കഴിഞ്ഞാൽ അത് കോമണായിട്ട് കിട്ടുന്ന മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മുത്തച്ഛനുമായിട്ട് ഏറ്റവും കൂടുതൽ മിങ്കിളിങ്ങുള്ളതാണ് ഈ പ്യാരി തോന്നുന്ന ഈ പുള്ളിക്കാരൻ. അപ്പോൾ പ്യാരിക്ക് ഈ ഒരു പ്യാരി മുത്തച്ഛൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് പ്യാരി ഈ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിച്ചതും
ഇങ്ങനെ ഈ ഒരു പെൺകുട്ടി മരണപ്പെടുന്നത് അതൊക്കെ പ്യാരിയുടെ ഒരു റിവഞ്ചാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പെട്ടെന്ന് പറഞ്ഞ ഒരു സൈക്കോ കഥാപാത്രം കൊണ്ട് ഉണ്ടാക്കി വെച്ചൊരു കാര്യമാണ്. അത് ബോധപൂർവ്വമുള്ള രാമൻകുട്ടിക്ക് ആ കാര്യം ചിന്തിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുന്നോക്കണം. പിന്നെയാണ് രാമൻകുട്ടി കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ ഈ പ്യാരിയുടെ ഈ ഒരു കഥാപാത്രം നേരെ പിന്നെ നവ്യ നായരുടെ ഇരിക്കണം. അതായത് രാമൻകുട്ടിയുമായി കല്യാണം ആലോചിക്കുന്ന നവ്യ നായർക്ക് എതിരാണ് ഇങ്ങനെ പ്യാരിയുടെ അടുത്ത മൂവ്മെൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു ഫണ്ണായിട്ടല്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഈ പ്യാരി എന്ന കഥാപാത്രം ഒരു കോമഡി എലമെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്യാരി ആണെങ്കിൽ അടുത്ത മൂവ്മെൻറ്റ് കാണിക്കുന്നത് ഈ നവ്യ നായരുടെ ഇതിലോട്ടാണ്. ചുമ്മാ ഇരുന്ന രാമൻകുട്ടീനെ ഈ ഈ നവ്യ നായരുടെ കഥാപാത്രവുമായിട്ട് ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ആരാണ്? ഈ പ്യാരിയാണ്. അദ്ദേഹം കാണിച്ചേക്കാൻ വേണ്ടി പല കാര്യങ്ങളും പ്യാരി ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഇംഗ്ലീഷിലൊക്കെ ഒരു ഡയലോഗ് പറയുക എന്നിട്ട്, പക്ഷേ നമ്മൾ ഈ ഹിഡൻ ആയിട്ട് വെക്കുന്ന കാര്യമുണ്ടല്ലോ, ഏറ്റവും ക്ലൈമാക്സിൽ ഈ നവ്യ നായരെ വണ്ടി ഇടിച്ച് ഇങ്ങനെ തെറിപ്പിക്കുന്നൊരു സീനുണ്ട്. അത് ആരെന്ന് കാണിക്കുന്നില്ല, ഇതെങ്ങനെ സംഭവിക്കുന്ന പോലും കാണിക്കുന്നില്ല. ഒരു പക്ഷേ അത് പ്യാരിയുടെ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കാം, പ്യാരി അറേഞ്ച് ചെയ്തതോ അല്ലെങ്കിൽ പ്യാരി ചെയ്യുന്നതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ വിധിയെപ്പോലും തകർത്തുകൊണ്ട് ഈ കല്യാണം നടത്തിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ജീവനെടുപ്പിച്ച പ്യാരി ഒരു സൈക്കോയാണ്. സത്യം പറഞ്ഞത് പുള്ളിക്കാരെ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാഷ് ബാക്ക്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇതാണ് കല്യാൺ രാമൻ സിനിമയിലെ ഒളിഞ്ഞിരിക്കുന്ന ഒരു വില്ലൻ, അല്ലെങ്കിൽ ഒരു സൈക്കോ വില്ലൻ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു കഥാപാത്രമാണ് പ്യാരി എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റ വാക്കിൻ്റെ അപ്പുറത്താണ് ഇവിടെ പല കാര്യങ്ങളും മാറിയും പറഞ്ഞത്. ഓക്കെ, ഇത് നിങ്ങളടുത്തൊന്ന് പറയണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന. കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു അക്സെപ്റ്റിംഗ് ആയിട്ട് തോന്നില്ല, പക്ഷേ ഫാക്റ്റ് ഇത് തന്നെയാണ്. ഇതാണ് സത്യമായ കാര്യം. പ്യാരി ഒരു ലോ ലെവൽ സൈക്കോ വില്ലനാണ് പ്യാരി. അത്ര മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇതാണ് നിങ്ങൾ പറയാൻ വേണ്ടി വന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ വിശേഷങ്ങളുണ്ടെങ്കിൽ ഇത് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.